സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. അരൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവത്തിന് എത്തുന്നത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ. ഫെബ്രുവരി 11 മുതൽ 13 വരെ വിവിധ ചടങ്ങുകളോടെയാണ് പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നത്. ഈ നാട്ടിൻ്റെ ഒരു ഉത്സവമായിട്ട് മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഇന്ന് രാവിലെ മുതൽ തുടങ്ങി സമാപന ദിവസത്തിൽ ക്ഷേത്ര പൂജകളും അതുപോലുള്ള കാര്യങ്ങളും നടക്കുകയാണ്. നാളെ രാത്രി തിടമ്പ് നൃത്തത്തോടുകൂടിയുള്ള പരിപാടിയോടുകൂടി സമാപിക്കുകയാണ്. ഫെബ്രുവരി 11 ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ കലവറ നിറയ്ക്കൽ, അക്ഷരശ്ലോക സദസ്സ്, കലവറ സംഭരണ ഘോഷയാത്ര, ആധ്യാത്മിക പ്രഭാഷണം, ഓട്ടൻതുള്ളൽ, നൃത്താഞ്ജലി, സംഗീതനിശ എന്നിവ നടന്നു. വരിൻ വന്നു നിന്നൊന്നു കൂപ്പിൻ സ്തുതിപ്പിൻ പരം വൈഭവം വേറെ എന്തൊന്നു നേടാൻ. അകത്തും പുറത്തും വഴിഞ്ഞുള്ള സത്യം ജഗത്തിൽ നിറഞ്ഞെങ്ങുമുള്ളൊരു പുണ്യം നമിപ്പൂ ജഗന്നാഥ നിൻതൃപദ. അതുപോലെ ഈ ക്ഷേത്രത്തിലും അക്ഷരശ്ലോകം പഠിപ്പിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണെന്നും കൂടി പ്രഖ്യാപിക്കും. പൂർവികർ കണ്ടെത്തിയ ഒരു കലാരൂപമാണെങ്കിലും പലരും മനസ്സിലാക്കാത്ത പല സവിശേഷതകളുമുണ്ട്. ഒന്ന്, അക്കൂട്ടത്തിൽ ഇത് കാലാനുസൃതമായി ജനങ്ങളുടെ മനസ്സിനെ ഉത്തേജിപ്പിക്കാൻ പര്യാപ്തമായ ഒന്നാണ്. ഓർമ്മശക്തി, അതുപോലെ തന്നെ പദപരിചയം, ഇതൊക്കെ കാവ്യാനുശീലനം, പിന്നെ നല്ല സഹൃദയത്വം, ഇതെല്ലാം വളർത്തിയെടുക്കുവാൻ വേണ്ടി വളരെ ഉപയുക്തമായ ഒരു കലാരൂപം തന്നെയാണിത്. 12 അഖണ്ഡ നാമജപം, വിവിധ ക്ഷേത്ര ചടങ്ങുകൾ എന്നിവയും ഉണ്ടായി. അരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പഴക്കം നിർണ്ണയിക്കാൻ പോലും പ്രയാസമാണ്. അത്രയും പ്രാചീനമായ പരമ്പരയുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. കാഞ്ഞിരാട്ട് ഇല്ലത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ക്ഷേത്രമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ പഴയ സമ്പ്രദായ പ്രകാരം ബ്രാഹ്മണന്മാരും മറ്റ് വിഭാഗങ്ങളും മാത്രമേ ഇവിടെ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീടുള്ള കാലഘട്ടത്തിൽ ഇത് പൊതുജനങ്ങൾക്കായിട്ട് കൊടുത്തു. അതിനുശേഷമാണ് ഇതിൻ്റെ പുനരുദ്ധാരണമൊക്കെ നടന്നത്. അതേപോലെ തന്നെ ഈ സ്ഥലത്തിനെ പറ്റി പറയുന്ന സമയത്ത് ഈ ഹരിയുടെ ഊര് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ലോപിച്ചിട്ടാണ് അരൂർ എന്നായിട്ട് മാറിയത്. അപ്പോൾ അങ്ങനെ ഒരു ദേവചൈതന്യമുള്ള ഈ ക്ഷേത്രത്തിൽ പണ്ട് ഒരു പടയോട്ടക്കാലത്തെന്ന് പറയപ്പെടുന്നുണ്ട്. ചില ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെ തകർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഈ പുതിയ കമ്മിറ്റിയൊക്കെ വന്നതിന് ശേഷം അതൊക്കെ പുനരുദ്ധരിച്ച് ഇന്നൊരു മഹാക്ഷേത്രമായിട്ട് ഇത് മാറി. ഈ നാട്ടിലെ ആബാലവൃന്ദം ജനങ്ങൾക്കും യും ആശ്രയ കേന്ദ്രമായിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കു വശത്തായിട്ട് ഒരു മനോഹരമായ കുന്നുണ്ട്, മധുകുന്നും. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അമ്പിളികുന്നുള്ളത്. അമ്പിളികുന്നിനും അതുപോലെ തന്നെ അമ്പിളികുന്നിനും മധുകുന്നിനും നടുവിലാണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ. ഉപദേവതകളായിട്ട് ഗണപതി, വെണ്ണീറ്റപ്പൻ, പിന്നീട് ദുർഗരൂപത്തിലുള്ള ശാന്തരൂപിയായിട്ടുള്ള ദേവിയുടെയും പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ ശാസ്താവിൻ്റെയും പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും 5 പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. പ്രതിഷ്ഠാദിനമായ 13 വിവിധ ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഭജന, പ്രസാദ ഊട്ട്, സർവൈശ്വര്യ അർച്ചന, നിറമാല, ദീപാരാധന, തായമ്പക, തിടമ്പ് നൃത്തം എന്നിവയും നടന്നു. പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് TK രാജൻ, വൈസ് പ്രസിഡന്റ് PK കണാരൻ മാസ്റ്റർ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ബാബുസി അരൂർ, സ്വാഗത സംഘം ചെയർമാൻ മനു കിഴക്കേ അയോത്ത്, മാതൃസമിതി അംഗങ്ങളായ രാധ ടീച്ചർ, ലീല ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി.